കുണ്ടറ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PC വിശ്വനാഥ് തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ്. സൂര്യഗായത്രിക്കൊപ്പം PC വിശ്വനാഥ് ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂര്യഗായത്രി. വിശ്വനാഥിന് ഒരു സുപ്രഭാതം പറഞ്ഞേക്കും. ഗുഡ് മോർണിംഗ് SKN. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ജനവിധി അറിയാനെന്നുള്ളതാണ്. അതിന്റെ ആകാംക്ഷയിലും പ്രതീക്ഷയിലുമാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ ഉള്ളത്. എന്റെ കൂടെ കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥി PC വിശ്വനാഥ് ഉണ്ട്. താങ്കളോട് SKN ഒരു സുപ്രഭാതം പറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു SKN. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം LDFന് വലിയ അടിത്തറയുള്ള ഒരു ജില്ലയാണ്. ഒന്നാം പിണറായി സർക്കാരിന് മുഴുവൻ സീറ്റുകൾ നൽകി. രണ്ടാം പിണറായി സർക്കാരിലേക്ക് വരുമ്പോൾ 2 സീറ്റുകൾ മാത്രമാണ് UDFന് നേടാൻ കഴിഞ്ഞത്. ഇത്തവണ എന്താണ് പ്രതീക്ഷ? താങ്കൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ 2021 കൊല്ലത്ത് നിന്ന് കരുനാഗപ്പള്ളിയും കുണ്ടറയും 2 സീറ്റുകൾ മാത്രമാണ് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ അതിനുശേഷം കൊല്ലത്തിൻ്റെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട്, നന്നായി മാറിയിട്ടുണ്ട്. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ശ്രീ NK പ്രേമേന്ദ്രൻ്റെ ഉജ്ജ്വല ഭൂരിപക്ഷം, അതിനുശേഷം നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ കൊല്ലം കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായി തിരിച്ചു പിടിച്ചുകൊണ്ട് UDF നടത്തിയ മുന്നേറ്റം, ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലുമെല്ലാം മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റം ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞു. അത് സൂചിപ്പിക്കുന്നത് UDFന് അനുകൂലമായൊരു രാഷ്ട്രീയ കാലാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അതിനോടൊപ്പം കൊല്ലത്തിൻ്റെ വിഷയങ്ങളോടൊപ്പം സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരം കൂടി ചേരുമ്പോൾ കൊല്ലത്ത് നിന്നും ഇത്തവണ UDFന് നല്ല ഒരു കോൺട്രിബ്യൂഷൻ UDFൻ്റെ MLAമാരുടെ പട്ടികയിലേക്ക് കൊല്ലം സംഭാവന ചെയ്യും എന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. എത്ര സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ അത് പറയുന്നത് ഉചിതമല്ല. എങ്കിലും 7 കുറയാത്ത സീറ്റുകൾ ഉണ്ടാകും. അത് ചിലപ്പോൾ തരംഗമൊക്കെ ആണെങ്കിൽ കൂടിയേക്കാം. 7 കുറയാത്ത സീറ്റുകൾ ഉണ്ടാകും. 10 വർഷത്തിന് ശേഷം ഭരണം പിടിക്കാനുള്ള എല്ലാ ആവേശത്തിലുമാണ് UDF ഉള്ളത്. ചില പ്രാദേശിക സർവേകൾ അപ്പോഴും തുടർഭരണം പ്രവചിക്കുന്നുണ്ട്. അല്ല, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുമായി ഇടപഴകിയ ഒരാളും ഈ ഗവൺമെൻറ്റിന് തുടർച്ചയുണ്ടാകുമെന്ന് പറയില്ല. ഭൂരിപക്ഷ അഭിപ്രായ സർവേകളും ഗവൺമെൻറ്റിന് തുടർച്ചയുണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. UDFന് ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളപ്പോഴും പറയുന്നുണ്ട്, അഭിപ്രായ സർവേകൾ പ്രവചിക്കുന്നതിനും അപ്പുറം ജനങ്ങളുടെ ഒരു പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാം അത് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു UDF ഗവൺമെൻറ് ആയിരിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്നതെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. UDF സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആരായിരിക്കും ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ജനം ഇങ്ങനെ ചോദിക്കുന്നത്? കോൺഗ്രസിനെ അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കോൺഗ്രസ് ഒരു കാലത്തും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു പാർട്ടിയല്ല. പിന്നെ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് ഉള്ള ഒരു സാങ്കേതിക പ്രശ്നമുള്ളത്, ഞാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ ചോദ്യങ്ങൾ, ഇത്തരം ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കെടുക്കരുത് എന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ AICCയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചർച്ചകളെ സംബന്ധിച്ചിട്ട്, ആ ചോദ്യത്തെ സംബന്ധിച്ചോ ഈ ഘട്ടത്തിൽ ഒരു മറുപടിയും പറയാൻ ആഗ്രഹിക്കുന്നു. SKN എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള PC വിശ്വനാഥ് ഉൾപ്പെടെ UDF ക്യാമ്പ് തന്നെയുള്ളത്. കൊല്ലം ജില്ലയിൽ ഇത്തവണ അട്ടിമറി വിജയം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയുണ്ട്. 7 സീറ്റോളം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിലും അധികം വിജയ പ്രതീക്ഷയിലാണ് കൊല്ലത്തെ എല്ലാ UDF സ്ഥാനാർത്ഥികളും ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.